ഹലോ ഗൈസ്, ഞാൻ റിക്സ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുപാട് പ്രോഗ്രസ് സെറ്റാക്കിയിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രസ് സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഡയമണ്ട് ആർമറൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ ഇത്രയും കാലം എന്തായിരുന്നു, അപ്പോൾ അതിനിടയിൽ നടന്ന മുഴുവൻ പ്രോഗ്രസ്സും കാണിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ വേറെ ബിൽഡിങ്ങൊന്നും ഇല്ല, കുറേ ദിവസം ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത്രയും ദിവസം എന്താ ലീവ് വീഡിയോ ഇടാത്ത കാരണം എനിക്ക് പനിയായിരുന്നു. കുറേ ദിവസം പനി, പിന്നെ സ്കൂളൊക്കെ തുറന്ന ഒരു വർക്കോ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. മൈനിങ് ഏരിയ എല്ലാവരും കണ്ടെക്കും, അതാദ്യത്തെ പോലെ തന്നെ ഞാൻ കുറേ കണ്ട് നീട്ടു. പിന്നെ നമ്മൾ ഫുള്ള് ഡയമണ്ട് ആർമർ ആയത് നമ്മൾ ട്രേഡ് ചെയ്ത് കണ്ട് ചെയ്തതാണ്. ഫുള്ള് എന്താണ് ഡയമണ്ട് ആർമറും പിന്നെ അതിക്ക് ബേസിക് എൻചാൻമെൻറ്റ്സ് ഒക്കെ ചെയ്ത്, അതുപോലെ തന്നെ ടൂൾസും അതുപോലെ ചെയ്ത്, പിന്നെ ഫോർച്യൂൺ പിക്കാക്സ് ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഇതുപോലെ ചെറിയ ഡെക്കറേഷനൊക്കെ അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടെ പിന്നെ അതുപോലെ പിന്നെ ഇവിടെ ഞാൻ ചെറിയ ഫിഷിങ് ഏരിയ ഉണ്ടാക്കിയതായിരുന്നു. അത് പിന്നെ എന്തോ ആയപ്പോൾ ഞാൻ ഇവിടെ ഇത് ഞാൻ കണ്ടില്ലല്ലോ. അതിൻ്റെ അടുത്ത് ഇത് ഇവിടുന്ന് ക്രീപ്പർ പൊട്ടിയപ്പോൾ വന്ന് പൊട്ടിയിരുന്നു. അപ്പം ഞാൻ അതിന് മെയിൻറ്റെയിൻ ചെയ്യാതെ ഞാൻ നേരെ ഓടിയതാണ്. ഇവിടെ ഞാൻ പിന്നെ ശരിയാക്കാമെന്ന് വെച്ച് കരുതുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടപ്പോൾ ഇവിടെ ചെസ്റ്റ് വെച്ചില്ലായിരുന്നു. ലെക്ക് ഇവിടെയാണ് ചെസ്റ്റ്. അത് എനിക്ക് ഓർമ്മ ഉണ്ടാവും. ഇവിടെ വന്നപ്പോഴാണ് അവിടെ ജസ്റ്റ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതെന്തോ ചെസ്റ്റ് നോക്കി ഇപ്പോൾ കാണുക. ഞാൻ എന്തായാലും ഇതെന്താ കിട്ടാത്തത്, കുറച്ച് ഗോൾഡും വാട്ടർ ബ്രീത്തിങ് ഗോൾഡ് ആവശ്യമുണ്ട്, നമുക്ക് പിന്നെ എടുക്കാം. ലാഗ് അറിയാൻ ഒരുപാട് ഇതായി വീഡിയോ. ഇത് നമ്മളെ ഇതുപോലെ ഞാൻ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ ഒരു ക്രീപ്പർ ഫാം അവിടെ ഉണ്ടാക്കി, നമ്മൾ ഫാമിങ് ഏരിയയിൽ. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെയ്ത് വെച്ചാണ്, പിന്നെ എടുത്ത് മാറ്റം മറന്നാണ്. പിന്നെ ആദ്യം ചെയ്തത് പിന്നെ ഇതാണ് നമ്മളെ വൂൾ ഫാം. ആവശ്യത്തിൽ കൂടുതൽ വൂള് നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ കുറേ കാലമായി വൂള് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നോക്കിയപ്പോൾ ഇവിടുത്തെ ഷെയറൊക്കെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ പുതിയ ഷെയർ വെച്ചെടുക്കണം. അതിന് പതിയെ ചെയ്യാം, ഉണ്ടാക്കുമ്പോഴല്ലേ ഉണ്ടാക്കി. അതിന് പിന്നെ നമ്മൾ സെറ്റാക്കിയതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഹോം പോലത്തെ ഒരു സംഭവം കാണും. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ഒരു സൂപ്പർ സ്മെൽറ്ററാണ്. വെരി ഫാസ്റ്റസ്റ്റ് സ്മാർട്ട് സൂപ്പർ സ്മെൽറ്ററാണ്. ഇതിലേക്ക് നമ്മൾ ഫ്യൂൽ ഓൾറെഡി ഫില്ലാണ്. അപ്പോൾ അതിലേക്ക് ഫ്യൂലിടുക. ഇവിടെ എന്താണ് ഇവിടെ നമുക്ക് സ്മെൽറ്റ് ചെയ്യാനുള്ള സാധനം വെക്കുക. പിന്നെ ഇവിടേക്ക് സ്മെൽറ്റ് ആയ സാധനം ഈ ചെസ്റ്റിക്ക് വന്നിരിക്കും. പിന്നെ ഞാൻ അതിൻ്റെ അടിയിലേക്ക് പോയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇത് ഞാൻ വെറുതെ സിമിറ്ററൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ചെസ്റ്റ് കൊടുത്ത് മാറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇതെന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, പിന്നെ വർക്കിംഗ് ഇതിൽ വെക്കും. അപ്പോൾ അവിടെ സ്മെൽറ്റ് ആകുമ്പോൾ ഈ സൂപ്പർ മിക്സർ ഓൺ ആണെങ്കിൽ ഈ ലൈറ്റ് കത്തും. അതിൻ്റെ കൂടെ ഓൺ ആകുമ്പോഴും ഓഫ് ആകുമ്പോഴും ഒരു ബെല്ലുണ്ട്, ആ ബെല്ല് അവിടെ അടിക്കും. ഞാൻ അതിന് ഒരു ചെറിയൊരു ടെസ്റ്റിംഗ് ആണ്, ചിലപ്പോൾ എന്ത് സ്മെൽറ്റ് ചെയ്യാനുള്ളത്. ഒരു 10 സാൻഡ്. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ 10 സാൻഡ് ഇവിടെ വെക്കുക. സാൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. 10 സാൻഡ് വെച്ചതിന് ശേഷം നമ്മൾ നേരെ ഇത് ഓണാക്കുക. ഓണാക്കുമ്പോൾ ഒരു പച്ചയായിട്ടില്ല, ഇപ്പോൾ ഒരു ബെല്ലടിച്ചപ്പോൾ ഇത് ഓണാകും. അപ്പോൾ അതിൽ ഓൾറെഡി ഫ്യൂല് ഫില്ലാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഫ്യൂലൊന്നും വെക്കാത്തത്. അപ്പോൾ അത് വെച്ച ടൈം കൊണ്ട് തന്നെ അത് സ്മെൽറ്റായി കഴിഞ്ഞ് ഇനി അവിടുത്തെ ഇങ്ങോട്ട് വരാനുള്ള ടൈമാണ്. ഇപ്പോൾ നമ്മൾ ഗ്ലാസ് കണ്ടില്ലേ, 3, 4, 10 ഗ്ലാസ് കറക്റ്റ് ഇതപ്പോൾ വരും. വേണ്ട 10 ഗ്ലാസ് ഇപ്പോൾ വന്നു. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ഒരുപാട്. അപ്പോൾ ഇത് ഓഫാക്കണം. കഴിഞ്ഞാലും തുടങ്ങുമ്പോൾ അവിടെ ഒരു ബെല്ലുണ്ട്, ആ ബെല്ല് വർക്കാവും. ഞാൻ ഇതിൻ്റെ ഫുള്ള് വർക്കിംഗ് ഞാനത് കാണിച്ചു തരാം. ഫുഡ് വേണമല്ലോ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഞാൻ ഡോറൊന്നും വെച്ചില്ല. സാധാരണ ഇവിടെ നിന്ന് 2 ഓട്ടൊക്കെ ഇവിടെ
അവിടെ ഞാനിത് വെച്ചിട്ട് ചെയ്തതാണ്. അവിടെ ഓണാകുമ്പോഴും ഓഫ് ആകുമ്പോഴും ഇതാ ഈ ബെല്ല് ഇവിടെ നിന്ന് അടിക്കും. എന്താണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു ചെറിയ വഴി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഡയമണ്ട് ടൂൾസും ആർമറൊക്കെ ആവണതിന് മുമ്പ് ചെയ്താണ് ഈ വർക്കൊക്കെ കേട്ടോ. ഈ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഈ പിക്കാക്സ് ഒന്നും ഇല്ല. ഇനി എഫിഷ്യൻസി 5ൻ്റെ പിന്നെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. ആദ്യം ഇതിലേക്ക് ഈ ഹോപ്പർ നേരെ കണക്ട് ചെയ്ത് അതിൻ്റെ മേലെ ഇത് വെച്ച് എന്താണ് അതിൻ്റെ പേര് അത് വെച്ച് പിന്നെ അതിൻ്റെ മേലെ പിന്നെ അതിലേക്ക് ഹോപ്പർ കണക്ട് ചെയ്ത് പിന്നെ ഇതിൻ്റെ മേലെ കൂടി വേറെ ഒരു ഹോപ്പർ കണക്ട് ചെയ്ത് ഇതിലൂടെയാണ് ഫ്യൂൽ ചെയ്യാനുള്ള സാധനം ഇത് വെക്കുക. ഇതിലാണ് നമ്മളെ ഫ്യൂവൽ വെക്കുക. ഞാൻ ഫ്യൂവൽ ബാമ്പാണ് ഇവിടെ. അത് ഞാൻ ഇവിടെ ഒരു വലിയ ബാമ്പ് ഫാം സെറ്റാക്കിയപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിവിടെ കൂടുതൽ നേരം നിൽക്കാത്തതുകൊണ്ട് ഇത് വർക്കാവണില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഞാൻ ഫ്യൂൽ വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഓണാക്കുമ്പോൾ അത് എൻ്റെ കൈയട്ടി പോയതാണ്. ഇത് നമ്മൾ ഓണാക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇതിൽ നമ്മൾ ഇതിങ്ങനെ ഫ്യൂവൽ നിറച്ചുണ്ട്. നമ്മളവിടെ നിന്ന് മേലെ കൊണ്ടിട്ടാൽ ഇതിൽ വന്ന് ഫില്ലായി നിൽക്കൽ. അപ്പോൾ ഇതിങ്ങനെ വർക്കാവും. അതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ്. ഇപ്പോൾ ഇത് കൂടുതൽ ടൈമൊന്നുമില്ല. വേണം ഇതിൻ്റെ ട്യൂട്ടോറിയലുമാണ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. ഇതിൻ്റെ ട്യൂട്ടോറിയൽ ലിങ്കൊന്നും ഇല്ല. ഇതൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇതുപോലത്തെ ട്യൂട്ടോറിയൽ ഇല്ല, പക്ഷേ സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കുന്ന ട്യൂട്ടോറിയൽ ഉണ്ടാവും. അത് ഞാൻ അതിലേക്ക് കൊടുത്തേക്കുക. അത്രക്കുള്ളൂ ഇവിടെ. ഇനി അടുത്ത് നമ്മളെ ഫാമിംഗ് ഏരിയയിലാണ്. നമുക്ക് നേരെ ഫാമിംഗ് ഏരിയക്ക് പോവാം. അതിന് മുമ്പ് നമുക്ക് എടുത്തിട്ട് പോവാം. എനിക്കിപ്പോഴും ജലദോഷം കണ്ട് മാറിയില്ല. ആണ് സൗണ്ടിൻ്റെ ഇത് ഉണ്ടാവില്ല ചെറിയ ഇവിടെ പരിധിച്ച് നമ്മൾ വാട്ടർ ഹീറ്റർ കയറിയിട്ട് നമ്മൾ മേലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരു അയൺ ഫാം ഉണ്ടായിരുന്നല്ലോ, അത് വർക്ക് ആവുന്നില്ലായിരുന്നു. ആ വർക്ക് ആവാത്തത് കൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ വേറൊരു അയൺ ഫാം കുറച്ച് നെതർ കൂടെ പോയിട്ട് സെറ്റാക്കിയിരുന്നു. അതിന് ശേഷം ഞാൻ പിന്നെ ഇത് ഫുള്ള് പൊളിച്ച് കളയണ്ടെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതുണ്ടാക്കി. ട്രേഡിങ് ഹാള് അതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റാക്കി. അതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റാക്കിയപ്പോഴാണ് ഞാൻ പിന്നെ ഇതന്നെ അയൺ ഫാമാക്കി സെറ്റാക്കാറ് കണ്ട് പിന്നെ ഒന്നും കൂടി റീഡിസൈൻ ചെയ്ത് ഇങ്ങനെ വെച്ചാണ്. അടിയിൽ മാനുവൽ സ്പോണാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഞാൻ വെച്ചില്ലേ, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഇങ്ങനെ വെക്കണത്. നമ്മൾ ഇതിലേക്കുള്ള എൻജോയ്മെൻറ്റ് ഇനിയും കുറച്ചും കൂടിയൊക്കെ വേണം. ബൂട്ട്സിലേക്കുള്ളതാണ് ഇനി വേണ്ടത്. കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതിന് കിട്ടിയില്ല എന്നാൽ ഞാൻ അതിന് നിന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ആഡ് ചെയ്യാണ്ട് മെയിൻറ്റെയിനും ഓരോ ഇതൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റാക്കിയതാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ എൻജോയ്മെൻറ്റ്സും ഇപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനൊക്കെ ഉള്ളത്. പിന്നെ അതെന്താ സെറ്റാക്കി ഇതൊക്കെ നമ്മൾ കണ്ടൊക്കെയല്ലോ. ഇത് കൗ ക്രഷർ ഫാം, ഇത് നമ്മളെ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ സ്റ്റോൺ ജനറേറ്ററാണ് ഇത്. നമ്മൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പൊളിച്ചാൽ മതി, ഇങ്ങനെ വർക്ക് ആയിക്കണം. അത് നേരെ ഇവിടെ ഒന്ന് നദിയിലൊന്ന് കിടക്കുന്നിരിക്കും. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒരു വലിയ ക്രീപ്പർ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രീപ്പർ ഫാം വർക്ക് ആവുന്നുണ്ടാവും വെച്ചാൽ ചെറുതായിട്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഇതിലെന്താ കറക്റ്റാണ് സ്പോൺ ആവണില്ല, എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് അറിഞ്ഞവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാനിത് പൊളിച്ച് മാറ്റൂല. ഇതിൻ്റെ മേലെ തന്നെ ഒന്നുകൂടി വേറെ മോഡലിൽ ചെയ്യാനാണ് പ്ലാൻ. ഞാൻ പറഞ്ഞില്ല അവിടുന്ന് പൊളിച്ചെടുത്ത ബാമ്പു ഫാമാണ് ഇവിടെ ഉള്ളത്. അതാ ഞാൻ ഇത് വർക്ക് ചെയ്തിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഫില്ലായിട്ടുണ്ട്. ഇതാണ് പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്ത് നമ്മൾ ഒരു സ്കെൽട്ടൻ സ്പോണർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കെൽട്ടൻ സ്പോണർ എന്താ ഒരു സ്കെൽട്ടൻ ഫാം ഉണ്ടാക്കി. ഞാൻ സ്കെൽട്ടൻ സ്പോണർക്ക് പോകാനുള്ള വഴിയൊന്നും സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ ഞാനിത് ഇതിലൂടെയാണ് സ്കെൽട്ടൻ സ്പോണർക്ക് പോലും വരലൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ ഇവിടെ രാത്രിയൊക്കെ ആയിരിക്കും. അപ്പോൾ ക്രീപ്പർ എല്ലാം സ്പോണാവും. അപ്പോൾ ഞാൻ അവിടെ കയറി വരുന്ന ടൈമിലാണ്ട് പൊട്ടും. പിന്നെ ലെവലാക്കാൻ നിന്നിട്ട് ചെയ്യുക. താഴേക്ക് പോകാൻ ഇവിടുന്ന് നേരെ അടിക്ക് പോയാൽ മതി. എത്താണ് ഇവിടെ നേരെ അടിക്കാൻ ചാടിയാൽ നമ്മളെ സ്കെൽട്ടൻ സ്പോണറിലെത്തും. ഇവിടെ സ്കെൽട്ടൻ വരും. ഞാൻ ഇതൊന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട് ഇവിടേക്ക് നമ്മളധികം കാണുന്നില്ലല്ലോ. ഇവിടെ നിന്ന് ഇങ്ങനെ അത് വെട്ടും, അവിടെ വരും. ഇത് കണ്ടില്ലേ ഒരുപാട് ഇത്. ഞാൻ കുറേ ചവറ് വരും, ഒഴിവാക്കലാണ്.
എസ് പിയും കിട്ടും. പിന്നെ ആവശ്യം മെയിനായിട്ട് ഇത് ഇപ്പോൾ എസ് പിക്കാണ് ഉപയോഗിക്കൽ. വേറെ എസ് പി ഫാം സെറ്റായില്ല. പിന്നെ നമ്മൾ ഇതുണ്ടാക്കിയിട്ടുണ്ടല്ലോ റെയ്ഡ് ഫാം. ഇനി നേരെ അവിടേക്ക് റെയ്ഡ് ഫാമിലേക്ക് പോയിട്ട് കാണാം. നമ്മൾ ഈ പോർട്ടിൽ ഇറങ്ങി നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നേരെ ഇതാ ഇവിടെ ബെഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിതാ ഒരു വില്ലേജർ ഔട്ട് പോസ്റ്റിൻ്റെ മേലേക്കാണ് നേരെ വന്ന് കയറുന്നത്. അപ്പോൾ നമുക്ക് ആ ബാനറുള്ള വില്ലേജറാണ് കിട്ടേണ്ടത്, അതുപോലെ ക്യാപ്റ്റന്. അപ്പോൾ അവർ ക്യാപ്റ്റൻ കിട്ടുന്നുണ്ട്. നമ്മളിതാ ഇവിടെ നിന്ന് നേരെ 30 ബ്ലോക്ക്സ് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ നിൽക്കുമ്പോൾ ഇതാ ഇവിടെ കണ്ടില്ലേ ബാനറുള്ള ആൾ ഇപ്പോൾ സ്പോണായി. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നിന്നെ നേരെ അടിയിലേക്ക് ഇറങ്ങുക, അതിനെ കൊല്ലുക, ഇത്ര ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബാഡോമൻ്റെ അപ്പോൾ ബോട്ടിലിട്ടും, ബാഡോമൻ ബോട്ടിലിട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാഡോമൻ്റെ ബോട്ടിൽ ഇതപ്പോൾ കിട്ടിയിട്ടുണ്ട്. ബാഡോമൻ 3ൻ്റെ ഒരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ആ മേലേക്ക് കയറിയില്ല, അവിടെയാണ് നമ്മൾ റെഡ് ഫാം സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ മേലോട്ട് പോവാം. മേലോട്ട് പോയാൽ അവിടുന്ന് അവന് മേലൊക്കെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ മേലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ ബാഡോമൻ പോഷനെ കുടിച്ചിട്ട് കയറിയാൽ മതി. എന്നിട്ട് നമ്മൾ നേരെ അവിടേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ റെയ്ഡോമിനെ അവിടെ സ്റ്റാർട്ടാവാൻ വേണ്ടിയില്ലേ. ഇപ്പോൾ റെയ്ഡോമിൻ സ്റ്റാർട്ടായി. ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ മേലെ കാര്യമായിട്ടൊന്നുമില്ല. എന്താ ഇവിടെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു വില്ലേജറിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വില്ലേജായി. എന്നിട്ട് ഇതിൻ്റെ മേലെയാണ് അവർ സ്പോണായിട്ട് റാവഞ്ചർ ഉണ്ടല്ലോ വലിയ സാധനം, അത് ഈ ലാവിൽ കുടുങ്ങി ചാവും. ബാക്കിയുള്ളവരൊക്കെ നേരെ അടിയിലേക്ക് വരും. അടിയിൽ നിന്ന് നമ്മൾ അടിച്ചു കൊല്ലുക. എല്ലാം വേറെ രീതിയിലും കൊല്ലാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വരുമല്ലോ, വിച്ച് വരുമ്പോൾ അവർ ഫയർ പ്രൊട്ടക്ഷൻ്റെ ഇത് കുടിക്കും. ഫയർ പ്രൊട്ടക്ഷൻ പോഷൻ കുടിച്ചാൽ പിന്നെ അവർ ചാവില്ല. അപ്പോൾ റൈഡ് തീരുമില്ല, അങ്ങനെ നിൽക്കും. അപ്പോൾ അപ്പോൾ ഫസ്റ്റ് റൈഡ് ഇപ്പോൾ ഇത്രയും ടോട്ടൽ ഉണ്ട്. ഇത്രയും ടോട്ടല്ല, ഒരു ഡബിൾ ചെസ്റ്റ് മുഴുവൻ ടോട്ടുണ്ട്. ഇതിന് ഈ ഡബിൾ ചെസ്റ്റ് മുഴുവൻ ടോട്ടാണ്. അപ്പോൾ ഞാൻ ആ ഹോപ്പർ നേരത്തെ ഇതിലേക്ക് കണക്ട് ചെയ്താണ്, കണ്ടില്ലേ. ഇനി ഇത് ഫുള്ള് ചവറ് വന്നെന്ന് അറിയും. ഇനി ആദ്യം ഇനി ഈ റൈഡ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിലൊന്നും എൻ്റെ കയ്യിലും അതിലും ഒറ്റ എമറാൾഡ് ഇല്ല. ടോട്ടൽ ഇത്രയേ ഉള്ളത്. ഇപ്പോൾ തന്നെ 7 എമറാൾഡ് ഇപ്പോൾ കിട്ടി. ഈ വേസ്റ്റൊക്കെ ഞാനിത് അങ്ങനെ ഒഴിവാക്കിയിട്ടല്ലാണ്. ഇപ്പോൾ തന്നെ ഇതിപ്പോൾ എത്ര ടോട്ടൽ ഉള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എത്ര ടോട്ടം കിട്ടുമെന്ന്, എത്ര ടോട്ടം എമറാൾഡ് കിട്ടും ഒറ്റ റൈഡിൽ. അപ്പോൾ നമ്മൾ റൈഡ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ കാണാം ഇത്രയും ഇതൊക്കെ ഒഴിവാക്കണം. ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ആദ്യം ഒഴിവാക്കി നമുക്ക് ഒരു സ്റ്റാക്കും 1.5 സ്റ്റാക്ക് എമറാൾഡും പിന്നെ ഇത് അത്രയും ടോട്ടവും കിട്ടിയിട്ടുണ്ട്. ആദ്യം എത്ര ടോട്ടം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 1 2 3 4 5 6 ടോട്ടം ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് അത്രയും ചവറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെയുള്ള പ്രോഗ്രസ്. ഇനി മുതലുള്ള എല്ലാ പ്രോഗ്രസ്സും നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ഇടേണ്ടതാണ്. ഇപ്പോൾ ചെയ്ത് ഓരോ പ്രോഗ്രസ്സും കഴിയുമ്പോൾ ഒരു 10 15 20 എപ്പിസോഡോളം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ 2-3 എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് അടിച്ചിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ, സി യു.